ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് സെന്ററിൽ പോയായിരുന്നു. എൻ്റെ കുട്ടിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാനായിട്ട് പോയപ്പം ഞാൻ എൻ്റെ ഒരു മോളോട് പറഞ്ഞു, ചിന്നിക്കുട്ടിയോട് പറഞ്ഞു, ചിന്നിക്കുട്ടി കൊച്ചിന് ഇഷ്ടമുള്ള കേക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തു. അച്ചുവിന്റെ ബർത്ത്ഡേ അല്ലേ, നമ്മൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അവൾ അങ്ങനെ ഒരു കേക്ക് ഇങ്ങനെ പെട്ടെന്ന് അമ്മ ഇതെടുത്താലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ആള് വന്നിട്ട് അവൾക്ക് ഒരു ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഷീ ലുക്സ് സോ ബോസി ഓൺ യു എന്ന് പറഞ്ഞു. അവൾ ഒത്തിരി ബോസി ആയിട്ടാണോ നിന്റെ അടുത്ത് പെരുമാറുന്നത് എന്നൊരു കമന്റ്. അവളത് കേൾക്കുകയും ചെയ്തു. ആളങ്ങ് അത് പറഞ്ഞു കഴിഞ്ഞിട്ടങ്ങ് പെട്ടെന്ന് നടന്നും പോയി. ആ ആള് അവിടുന്ന് നടന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ തൊട്ട് മോള് മോള് കരയാൻ തുടങ്ങി. അമ്മ എന്താണ് അവരെന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഇത് നോക്കിയത്, എന്നിട്ടല്ലേ സെലക്ട് ചെയ്ത്, പിന്നെ എന്തിനാണ് ആൾ എന്നെ ബോസിന്ന് വിളിച്ച്, ആൾക്ക് എന്നെ അറിയാമോ ഞാൻ ബോസിയാണോ, ഞാൻ അങ്ങനെയാണോ പെരുമാറിയെന്ന്, അമ്മയുടെ അടുത്ത് അങ്ങനെയാണോ പെരുമാറിയെന്ന് ആൾക്ക് എങ്ങനെ അറിയാം, ആള് എന്ത് ഡയറായിട്ടാണ് എന്നെ അങ്ങനെ കമന്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് കുറെ സമയം ഇരുന്ന് കരയാൻ തുടങ്ങി. കുറെ സമയം എടുത്തിട്ടാണ് എനിക്ക് പിന്നെ ആ ഒരു കരച്ചിൽ മാറ്റാനൊക്കെ ആയിട്ടും അവളെ ഒന്ന് സമാധാനിപ്പിച്ച് എടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് പറ്റിയത്. കുറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുപോലെ എൻ്റെ ഒരു ക്ലയൻസും ഇതുപോലെ തന്നെ ഒരു പേഷ്യന്റ് വന്നതും ഒരു സോഷ്യൽ ആൻസൈറ്റി ആയിട്ടാണ്. അതും ഇതുപോലെ തന്നെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായിട്ട് ആള് ഒരു ക്രൗഡിന്റെ അടുത്ത് ഫേസ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് ആള് പോകത്തില്ല, ഒരു സാധനം ായിട്ട് പോവില്ല, എല്ലാത്തിനും വൈഫിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ഇരിക്കുന്നത്. പുറത്തേക്ക് ക്രൗഡിലേക്ക് പോവാൻ ഒത്തിരി പേടിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപക്ഷെ നമ്മളിങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് റാൻഡം കമന്റുകൾ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ അത് അവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ ആ ഒരു ബോസിയാണെന്ന് പറഞ്ഞു പോയ ആൾ ഒരിക്കലും അറിഞ്ഞു കാണത്തില്ല എന്റെ മോൾ ഇത്രമാത്രം അത്രയും സമയം ഇരുന്ന് കരഞ്ഞു. ഈവൻ ഇന്നലെ വരെ അവള് ഇടയ്ക്ക് പിന്നെയും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നാലും അമ്മ ആളെന്നെ ബോസിന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന്റെ വേദന അവളെ തട്ടിയത് പിന്നെ അവൾ ആ മനസ്സിലിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു 2 വർഷമായിട്ട് ഒരു വ്യക്തി ഒരു പബ്ലിക്കിൽ നടന്ന ഒരു ഇൻസിഡൻസ് മൂലം പുറത്തേക്ക് പോലും ഇറങ്ങാതെ, ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങാതെ, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പോലും സാധിക്കാതെ അത്രമാത്രം ഡിപ്രഷനും ആൻസൈറ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന കാര്യം ഒരുപക്ഷെ ആ പബ്ലിക്കിൽ ആ ആളോട് കമന്റ് പറഞ്ഞ ആളും പറഞ്ഞു കാണത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങുമ്പോഴും നടക്കുമ്പോഴും പല സ്ഥലങ്ങളിലും പബ്ലിക്കിലും അറിയാതെയൊക്കെ ഈവൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വരെ നമ്മൾ ചിലപ്പോൾ ചില കമന്റ്സുകളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കമന്റ് ആണോ അതോ അവർക്ക് സങ്കടം